മധൂർ ശ്രീ മഹാഗണപതിയുടെ ആസ്ഥാനം പ്രണയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മധൂർ ബ്രഹ്മകലശോത്സവ മൂടപ്പ സേവയുടെ രണ്ടാം നാളിൽ പെരുതണ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ വാണിയ സമുദായത്തിലെ വക ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ഭക്ഷണ വിതരണത്തിൻ്റെ ചുമതലയാണ് നമ്മൾ സമുദായം ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഏറ്റെടുത്ത കാര്യത്തിന് ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി അത് ഏത് രീതിയിൽ നല്ല രീതി, അതായത് നമ്മൾ കളിയാട്ടം നടത്തി നാടെമ്പാടും നല്ല പേര് കേട്ട ഒരു സമുദായമാണ് വാണിയ സമുദായം. ആ സമുദായത്തിൻ്റെ മൊത്തം ആൾക്കാർ വന്ന് ഇന്ന് ഈ മധൂർ ക്ഷേത്രത്തിൽ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പണിയെടുക്കാൻ കിട്ടിയത് നമ്മളെ ഭാഗ്യമായി നമ്മൾ കരുതുന്നു. അപ്പം ഇത് ആ ഭാഗ്യത്തെ എത്ര രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പെരുതണ ക്ഷേത്രത്തിലെ കളിയാട്ടത്തിൽ വന്ന് ആ പേര് കൊണ്ട് നമുക്ക് ഇതിഹാസ പ്രസിദ്ധമായ ഈ മധൂർ ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ പണിയെടുക്കുവാനും ആ എടുത്ത പണിന് ശാശ്വതമായി ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ ആ സേവന ചെയ്യണമെന്ന് സമുദായത്തിൻ്റെ ക്ഷേത്രത്തിന് വേണ്ടി അച്ഛന്മാരും കാരണന്മാരെല്ലാം ഉണ്ട്. അവരെ മുമ്പാകെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വക നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അതേ രീതിയിൽ ഇന്നിപ്പോൾ സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ ആ വേദിയിൽ നമ്മുടെ സംഘത്തിൻ്റെ ജയത്തടനുണ്ട്, അതേപോലെ ഹരീഷ് ഗോസാണ്, അതേപോലെ ഗോപാല മാഷ്, നാരായണ മാഷ്, ഇവരെല്ലാം നമ്മുടെ എല്ലാ സംഘത്തിൻ്റെ ഭരണസമിതിയുടെ എല്ലാ അംഗങ്ങളും ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ പ്രത്യേകിച്ച് അമ്മമാർക്കും ക്ഷേത്രത്തിൻ്റെ വക സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതേ രീതിയിൽ ഇന്നിപ്പോൾ DYSP സുനിൽ സാർ, ബാക്കി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളെ ഈ പരിപാടിയിലെ വേദിയിൽ ഇന്നുണ്ട്. അവരെല്ലാവരും വാണി സമുദായത്തിൻ്റെ പേരിൽ ക്ഷേത്രത്തിൻ്റെ ഭാഗമായും അവരെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതേ രീതിയിൽ അതേപോലെ നമ്മുടെ സുരേഷ് അണ്ണനുണ്ട്, സുരേഷ് പാലക്കട്ട, അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ കൂടെ നിന്ന് സഹകരിക്കുന്നവരും അതേ രീതിയിലുള്ള ഈ ബ്രഹ്മകലശോത്സവ സമിതിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ സുരേഷ് അണ്ണനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ക്ഷേത്രത്തിൻ്റെ അച്ഛൻ കോമരത്ത് അച്ഛൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സമുദായത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ക്ഷേത്ര കാരണന്മാർ 3 പേര് വന്നിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലെ കാരണന്മാർക്കും സ്വാഗതം ചെയ്യുന്നു. അതേ രീതിയിൽ നമ്മുടെ രണ്ടടുക്കച്ഛനുണ്ട്. അതേപോലെ ഭരണസമിതിയുടെയും സംഘത്തിൻ്റെയും എല്ലാവരും ഇവിടെ വന്ന് ചേർന്നവരെ സ്വാഗതിച്ചിട്ടുകൊണ്ട് ഇനിയുള്ള നമ്മളെ ഇന്നത്തെ രീതി സർക്കാർ നമ്മളെ ഉദ്യോഗസ്ഥരുടെ രീതിയിൽ വേണമെന്ന് സുനിൽ സാർ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഏത് രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം, എങ്ങനെ വിഘടിക്കുന്നത് സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിവ് തരുന്നതാണ്. അപ്പോൾ ഈ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ സുനിൽ സാറെ സ്വാഗതം ചെയ്യും. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. മാനവ സേവയാണ് മാധവ സേവ നമ്മളെല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് മനസ്സർപ്പിച്ച് സേവ ചെയ്യാമെന്ന നിങ്ങളെല്ലാവരെയും കാസർഗോഡ് പോലീസിൻ്റെ പേരിൽ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഭക്ഷണം സർവ് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ഇന്ന് നിങ്ങളിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ ഒരു റോള് ഈ സ്ഥലത്ത് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും കല്യാണത്തിന് ഒരു പപ്പടം കിട്ടാത്തതിൻ്റെ പേരിൽ അടി നടന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അടുത്ത കാലത്ത് നിങ്ങളെല്ലാവരും അത് ഫേസ്ബുക്കിലും പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം പലതരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ള ആൾക്കാരായിരിക്കാം ഇവിടെ ഇന്ന് വരുന്നത്. അവരിൽ ജീവിതത്തിൽ സന്തോഷങ്ങളുള്ള ആൾക്കാരുണ്ടാവാം, സങ്കടങ്ങളുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതിക്കാരുണ്ടാവാം. അങ്ങനെ പലതരം സ്വഭാവ രീതികൾ പുലർത്തുന്ന പല തലത്തിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരായിരിക്കാം ഇവിടെ വരുന്നത്. അപ്പോൾ അവരുടെ വികാരങ്ങളോ വിചാരങ്ങളോ നമ്മളെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. അവർ നമ്മുടെ അതിഥികളാണ്. അതിഥി ദേവോ ഭവ എന്നൊരു ആപ്തവാക്യമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം. അതുകൊണ്ട് അതിഥികളെ മനസ്സറിഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്യം. അവർ ചിലപ്പോൾ പ്രകോപിതരാകാം, ചിലപ്പോൾ സമയത്ത് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളതിന് ചിലപ്പോൾ ദേഷ്യപ്പെടാം. എന്തൊക്കെ ആയാലും ഇന്നത്തെ ഒരു ദിവസം ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്നതല്ല. മൗനം വിദ്വാനുഭൂഷണം
എന്ന രീതിയിൽ കുറച്ച് സംസാരിച്ച് കൂടുതൽ പ്രവൃത്തി ചെയ്ത് നല്ല രീതിയിൽ ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകട്ടെ. അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ പര്യവസാനിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി. ഇപ്പോൾ പോലീസുകാരുടെ ഭാഗത്തില്ല ആ രീതിയിലെ നിർദ്ദേശമാണ് ഇപ്പം തന്നിട്ടുള്ളത് സാറ്. പക്ഷേ നമ്മൾക്ക് ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ള നിർദ്ദേശം തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കൺവീനർ ദിനേശ് അവരുണ്ട്. അവർ നമ്മുടെ ബ്രഹ്മകലശോത്സവം മൂടപ്പ സേവ നടക്കുന്ന മധൂർ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തരാനുണ്ട്. എന്നാലും ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ നേരത്തെ ചെട്ടിയാഞ്ച പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചിറ്റ അത് ആയിരിക്കും നമ്മുടെ സമുദായത്തിൻ്റെ ആൾക്കാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒന്നും കൂടി അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എവിടെ വന്നിട്ടുണ്ടോ ആ കാര്യങ്ങൾ നല്ല ഭംഗിയായി നടത്തി ഇന്ന് വൈകുന്നേരം പോകുമ്പോൾ നമ്മൾ കളിയാട്ടത്തിൽ ഏത് നല്ല സ്വപ്നങ്ങൾ നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ടോ അതേ രീതിയിൽ മുന്നോട്ടും പോകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഓരോ സേവനങ്ങളും എന്നത് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടി ദിനേശ് അവരുകളെ ക്ഷണിക്കുന്നു. നമുക്ക് ഇന്ന് ആദ്യമായിട്ടാണ് ഇരുന്നിട്ട് ഇലക്ട്രിക് ബൾബെന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ഇത് പ്രാരംഭമായതുകൊണ്ട് ഇന്ന് ഏത് രീതിയിൽ നടക്കുന്ന ആ രീതിയിലാണ് ഇനി വരുന്ന 10 ദിവസങ്ങൾ ആ രീതിയിലായിട്ടുണ്ടാവും നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ 4 കൗണ്ടർ പബ്ലിക് ആണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ചില സാഹചര്യം നോക്കിയിട്ട് കൂട്ടാന്ന് പറഞ്ഞിട്ടാണ്, ബാക്കിയെല്ലാം ഏലയിലാണ്. അതേപോലെ VIP-കൾക്ക് വോളണ്ടിയേഴ്സിന് തൊട്ടപ്പുറത്തെ പന്തലാണ്, അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തെ പന്തലിലാണ്. അപ്പൊ അവിടത്തേക്ക് നമുക്കൊരു 50ഓളം സ്വയം സേവകർ നമുക്ക് ആ പന്തലിലേക്ക് പോകണം. ആളിപ്പോൾ ഓൾറെഡി ഉണ്ട് ഒരു 100 ആൾക്കാർ, ഒരു 50ഓളം ആൾക്കാർ അവിടത്തേക്ക് പോകണം. VIP-മാർക്ക് വോളണ്ടിയേഴ്സ്, പിന്നെ കുറച്ച് എക്സ്ട്രാ ആൾക്കാർ അവിടെ വരുന്ന ആൾക്കാർക്ക്. അപ്പൊ അതേപോലെ ഭക്ഷണ പാചകം ചെയ്യുന്നവർക്ക് അവിടുന്ന് ഭക്ഷണം നമുക്ക് റെഡിയാക്കി തരും. അവിടുന്ന് പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടാണ് കളിപ്പണ്ടത്. അപ്പൊ അതിന്റെ അകത്ത് പോകുന്ന ആൾക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. അതുകൊണ്ട് എല്ലാവരും പോകാൻ പറ്റില്ല. അതിൽ പോകുന്ന ആൾക്കാർ ആരാണ് ഹെൽത്ത് കാർഡ് ചെയ്തിട്ടില്ല അവർ മാത്രം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഹെൽത്ത് കാർഡ് ചെയ്ത ആൾക്കാരുണ്ട്. അവർ ഭക്ഷണത്തിൻ്റെ പാകശാലയിൽ പുറത്ത് എത്തിക്കുന്നവരെ അവരെത്തിക്കും. അതിന് പുറത്ത് നമ്മൾ കൊണ്ടുവന്നാൽ മതി. വെളുമ്പുന്ന ആൾക്കാർ എല്ലാവരും തന്നെ തലക്ക് അതിൻ്റെ സേഫ്റ്റിയിലെ തൊപ്പി വെക്കണം. അതേപോലെ മാസ്ക്, ഇതെല്ലാവരും വെളുമ്പുന്ന ആൾക്കാർ നിർബന്ധമായി വെക്കണം. ഇതായി അതേപോലെ ഇപ്പോൾ നേരത്തെ ഇവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. ഇന്ന് രാത്രി 12 മണിയോളാണ് നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെത്. പകല് അതേപോലെ വൈകുന്നേരം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് രാത്രി 12 മണിയോളാണ് ഭക്ഷണത്തിൻ്റെ. അപ്പം അത്ര സമയം പൂർണ്ണമായിട്ട് നമ്മൾ ആ ഒരു നിയന്ത്രണത്തിൽ ഉണ്ടാകണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4 കൗണ്ടറാണ് ബഫേ വെച്ചിട്ടുള്ളത്. വേണ്ടി വന്നെങ്കിൽ 6ഓ 8ഓ ചെയ്യാൻ സാധിക്കണം. ഈ രീതിയിലാണ് ഇപ്പം നിർദ്ദേശം ഉള്ളത്. പിന്നെ അതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നാമത് ക്ലീനിങ്ങിൻ്റെതും ഇതിനൊന്നിച്ച് തന്നെ ക്ലീനിങ്ങും പിന്നെ ക്യൂ അമ്പലത്തിൽ നിന്ന് നേരെ വരുന്നതാണ് ഇപ്പോൾ ഉള്ളത്. തിരക്ക് കൂടുന്നുണ്ടെങ്കിൽ ഇപ്പം പോകുന്നത് വരുന്നത് ഒരേ റൂട്ടാണ്. തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരെ റിട്ടേണിന് പോകുന്ന ആൾക്കാരെ ഇതിൽ കടത്തിവിടേണ്ടി വരും. നമുക്ക് റോഡിലേക്ക് ഒരു കൊട്ട് വിട്ടിട്ട് അതിലേക്ക് അമ്പലത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് ചെയ്യേണ്ടി വരും. തിരക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 വരുന്നത് പോകുന്നത് നമുക്ക് ഇതിലേക്ക് അതിലേക്ക് നമ്മൾ ഷിഫ്റ്റായിട്ട് കൊടുക്കേണ്ടി വരും. ഇത്ര കാര്യങ്ങളാണ് നിർദ്ദേശമായിട്ട് കൊടുക്കേണ്ടത്. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛന്മാർ, കാരണന്മാർ, ചെറ്റാഞ്ചെടുക്കന്മാർ, ക്ഷേത്ര സമിതിയുടെ ഭാരവാഹികളും സേവാ സംഘത്തിൻ്റെ ആൾക്കാരും, പ്രിയപ്പെട്ട സമുദായ അംഗങ്ങളെ, നമ്മുടെ ആരാധ്യമൂർത്തി മധൂർ ശ്രീ മഹാഗണപതിനെ വന്ദിച്ചുകൊണ്ട് മദനന്തീശ്വരൻ്റെ പാതാരവിന്ദങ്ങൾക്ക് നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ സേവ ഇന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങളാണ് തരുന്നത്. ഇവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നമ്മളിന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് 25 ആൾക്കാർ ഇവിടെ തന്നെ ഇത് പിരിനേക്കാൾ മുൻപ് ആൾക്കാരെ സെറ്റാക്കിയിട്ട് അങ്ങോട്ട് വിടും. 25 ആൾക്കാരെ 5 സെറ്റാണ് വിളമ്പാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റൗണ്ടിൽ ഉണ്ടാവുന്നത്.
25 ആൾക്കാരുടെ 5 സെറ്റ് ആണുങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോരോ ആൾക്കാരായി പൊതു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഓരോരോ ആൾക്കാർ വീട് തന്നെ കൈപ്പൊക്കിട്ടോ പേര് പറഞ്ഞിട്ടോ സൈഡ് മാറ്റും. ഈ 25 ആൾക്കാർക്ക് 10 ലീഡർമാരുണ്ടാവും. അപ്പോൾ അങ്ങനെ 125 ആളും പ്ലസ് 10 ആള് 135 ആളാണ് വിളമ്പുന്ന ഒരു സെക്ഷനിലേക്ക് നമ്മൾ ആദ്യം വിടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടേക്ക് സപ്ലൈ ആക്കാൻ വേണ്ടിയിട്ട് 100 ആൾക്കാർ വേറെ പോകണം. ഇവർക്ക് വിളമ്പുന്നിടത്തേക്ക് സപ്ലൈ ആക്കാൻ വേണ്ടിയിട്ട് 100 ആൾക്കാർ അത് നമ്മൾ വേറെ ആക്കാനുണ്ട്. പിന്നെ 200 പെണ്ണുങ്ങളാണ് വാട്ടർ സപ്ലൈ, കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 200 പെണ്ണുങ്ങളാണ് വേണ്ടുന്നത്. പിന്നെ ഈ പ്ലാനിൽ അടിയന്തര ഘട്ടത്തിൽ എന്തെങ്കിലും ചില സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വേണമെങ്കിൽ അന്നേരം നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ 200 ലേഡീസ് കുടിവെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ വേണം. പിന്നെ ക്ലീനിങ്ങിൻ്റെ ഭാഗത്തിലേക്ക് 50 പേരാണ് ഉദ്ദേശിക്കുന്നത്. ക്ലീനിങ് ആക്കാൻ വേണ്ടിയിട്ട് 50 ആൾക്കാർ ക്ലീനിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വേണം. പിന്നെ ബഫേ ഇവിടെ കമ്മിറ്റിക്കാർ പറഞ്ഞതനുസരിച്ചിട്ട് 4 കൗണ്ടർ ഉണ്ടാവും. 4 കൗണ്ടറിലേക്ക് ബഫയ്ക്ക് 100 ആളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് കുറച്ച് ആൾക്കാർ സ്പെയർ ആയിട്ട് സൈഡ് ഉണ്ടാവും, വേണ്ട പോലെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ റിസർവ് ആയിട്ട് ഒരു 100 ആൾ ഇതേ പരിസരത്ത് തന്നെ നമുക്ക് വേണം. പിന്നെ കിച്ചണിൻ്റെ അവിടെ സഹായിക്കാൻ വേണ്ടി അകത്ത് പോകാൻ പാടില്ല, ഒരു 20 ആൾ വേണമെന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 30 ആൾ നമുക്ക് കൊടുക്കേണ്ട ഒരു ഏർപ്പാട് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. പിന്നെ VIP കൗണ്ടറിലേക്ക് 50 ആൾക്കാർ, ഇത്ര ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർ തേങ്ങ ഉലിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു 10 ആൾക്കാർ വേറെ വേണമെന്നാണ് ഇവർ പറയുന്നത്. അത് നമുക്ക് അതുപോലത്തെ ആൾക്കാർ ആദ്യം പറയുന്ന ലിസ്റ്റിലേക്ക് പേര് കൊടുക്കണ്ട. പേര് നൽകാനില്ല, ജസ്റ്റ് ഇവിടുന്ന് എണിച്ചിട്ട് ഇപ്പം തന്നെ ഒരു ഗ്രൂപ്പായിട്ട് മാറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആരും എടുക്കണ്ട, ആരും തിരക്കാക്കണ്ട, ഇവിടെ തന്നെ നമുക്ക് ആക്കിയിട്ട് ഓരോരു വിഭാഗത്തിലേക്ക് വിടാം. ഇരുന്നിട്ട് വിളമ്പുന്ന സിസ്റ്റമിന് വരുന്ന ആൾക്കാർ ഇന്ന് ഉച്ചക്കത്തതും രാത്രിക്കതും കൂടി ചെയ്യണം. ആ ഒരു സാഹചര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം ആ ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർ ഇന്ന് ഉച്ചക്കും രാത്രി. ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. ഫസ്റ്റിനൊരു 25 ആളെ ഒരു ടീം, എന്നിട്ട് അതിനെ ലീഡറാക്കണം. കൊടുക്കണോ? പിന്നെ ഷാള് ആദ്യം അമ്മമാർക്കാണ് കൊടുക്കുന്നത്. നമുക്ക് ആണുങ്ങൾക്ക് ടീഷർട്ട് തന്നിട്ടുണ്ട്, ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് തരും. ആര് പോകുന്ന ആൾക്കാർ പെട്ടെന്ന് 20 ആൾ അങ്ങോട്ട് മാറും. എടുത്ത് നിൽക്കൂ, 20 ആൾ പോന്ന 20 ആൾ ഇങ്ങോട്ട് വരും 20 ആൾ കൗണ്ട് ആക്കൂ. 20 ആകുമ്പോൾ സ്റ്റോപ്പ് ആക്കണേ. 20 ആൾ ഞാൻ തന്നെ അടുത്ത് പോകും. 20 ആൾ 25 ആക്കാവണം. 5 ആളാണ് സ്പെയർ ഇരിക്കട്ടെ. 25 ആയാ പോ 25 ആകുമ്പോൾ പറയണേ. എത്രയും ലീഡർമാർ പറയുവാണ് എത്രയും. ആയിക്കാം. അതിനൊരു ലീഡർ ആക്കണം. ഇനി 4 ആളെ കൂടി വേണം. അതാ 2 ആള്. ശരി, ഓക്കെ. സേവ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള മൊത്തം ടീഷർട്ട് 1000-ൽ കൂടുതൽ ടീഷർട്ട് സേവാ രൂപത്തിൽ നൽകിയിരിക്കുന്നത് നമ്മുടെ അഭിമാനം ശ്രീ ശിവശങ്കർ നെക്കരാജ്. അപ്പോൾ ശിവശങ്കർ നെക്കരാജ് അച്ഛന്മാരുടെ, കർണന്മാരുടെ, അതുപോലെ ചെട്ടിയാൻതണ്ടടുത്തുമാരുടെ സമൂഹത്തിൽ, ക്ഷേത്ര ഭാരവാഹികളുടെ സമൂഹത്തിൽ 11 വിതരണത്തിൻ്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം ഇപ്പോൾ നടത്തണം.